കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ മലപ്പുറം അമരമ്പലം ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകളിൽ 5000-ഓളം പേർ പങ്കെടുത്തു. നൂറ്റാണ്ടുകളായി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുവരുന്നതായാണ് വിശ്വാസം. പാണ്ഡവന്മാരുടെ കാലം മുതൽ അമരമ്പലം ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നുവരുന്നതായും വിശ്വാസമുണ്ട്. ഇതാണ് കർക്കിടകവാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് വലിയ ജനപ്രീതി ലഭിക്കാൻ കാരണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർ അമരമ്പലത്തിലെത്തിയത്. പുലർച്ചെ മുതൽ ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയും സേവനവും ഭക്തർക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. ദിവസവും നിത്യേന ബലികർമ്മങ്ങൾ നടത്തുന്ന ഇവിടെ ഇന്നേ ദിവസം കർക്കിടകവാവിന് ഏകദേശം 5000-ഓളം ഭക്തർ ബലിതർപ്പണത്തിനായി എത്തിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം ഏകദേശം 9-9:30 മണിയോടുകൂടി കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾക്കുള്ളത്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണത്തിന് വേണ്ട ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പിന്നെ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾക്ക് ഭക്ഷണത്തിനും മറ്റുള്ളത് മാതൃസമിതി, മറ്റു കർമ്മസമിതിയുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ട്. ചരിത്രാതീത കാലം മുതലേ ഇവിടെ ബലിതർപ്പണം നടന്നു പോന്നിരുന്നു എന്നാണ് ഐതിഹ്യം. പാണ്ഡവന്മാരുടെ കാലം മുതൽ ഇവിടെ ബലിതർപ്പണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ഇത്രയും ജനപ്രീതിയും അതുപോലെ തന്നെ ജനപങ്കാളിത്തവും ഉണ്ടായിട്ടുള്ളത്. കർക്കിടകവാവിനോടനുബന്ധിച്ച് തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളും ബലിതർപ്പണം നടന്നു. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, പാമ്പാടി ഐവർ മഠം, ഭാരതപ്പുഴയോരം, ആറാട്ടുപുഴ മന്ദാരം കടവ്, കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. മഴ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങ് നടന്നു. പിതൃസ്മരണയോടെ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര ആറാട്ടുകടവ്, മിത്രമഠം കടവ്, ഇരമല്ലിക്കര കീഴ്ച്ചേരി വാൽക്കടവ് എന്നിവിടങ്ങളിൽ ബലിതർപ്പണ കർമ്മങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. കാരക്കാട് പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രം, പാണ്ടനാട് കരിനീലി ചാത്തൻകാവ്, മുണ്ടൻകാവ്, വടശ്ശേരിക്കാവ് ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലും ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. സുഗമമായ ചടങ്ങുകൾക്കായി പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളും വിവിധയിടങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.